Welcome to the Bible Study Series. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ വേദപഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. Yes, this will tremendously bless you and your life will never be the same again. Yes, these are powerful teachings that will revolutionize your life and cause you to be a person who makes great impact in these end times. അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ഈ വേദപഠനങ്ങൾ നിങ്ങളെ സഹായിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുവാനും പഠിക്കുവാൻ പോകുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സഭാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയംഗമായ ശക്തമായ ഒരു അപ്പോസ്തോലിക പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ പതറിപ്പോകാതെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വത്തിനാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. And therefore I desired that you faint not at my tribulations for you, which is your glory. For this reason, so I ask you not to lose heart over what I am suffering for you, which is your glory. പൗലോസ് അപ്പോസ്തലൻ റോമ കാരാഗ്രഹത്തിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. സഭാമക്കളോട് പറയുക, ഞാൻ കാരാഗ്രഹത്തിൽ ക്രിസ്തു നിമിത്തം കഷ്ടപ്പെടുക, കഷ്ടം സഹിക്കുകയും ഞാൻ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് ഒരു കാരണവശാലും നിങ്ങളെ അധൈര്യപ്പെടുത്തുവാൻ പാടില്ല. ഇത് നിങ്ങളുടെ മഹത്വത്തിനാകയാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷ നിമിത്തം ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ, ഞാൻ സഹിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ അത് നിങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുന്നുകൊണ്ട്, നിങ്ങളെ ആത്മീയമായി അത് വളർത്തുന്നതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ആശ്വസിപ്പിച്ച് പറയുകയാണ്. Colossians chapter 1 verse 24. Now I rejoice in my sufferings for your sake, and in my flesh I am filling up what is lacking in Christ's afflictions for the sake of his body, that is the church. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂർത്തീകരിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ, ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം നിങ്ങളെ ക്രിസ്തുവിൽ പരിപക്വരാക്കുവാൻ, നിങ്ങളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ കൊടുക്കുന്ന വില, ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം അത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ തടവിലും കാരാഗ്രഹത്തിലായിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ മഹത്വത്തിനാകിയാൽ, നിങ്ങളുടെ ആത്മീയ ഉന്നതിക്കാകിയാൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അതിനെ ആ കാഴ്ചപ്പാടിൽ ദൈവം കാണുന്ന പോലെ കാണുവാൻ നിങ്ങളത് ഗ്രഹിക്കണം. അങ്ങനെ ആഹ്വാനം ചെയ്യുവാണ് പൗലോസ് അപ്പോസ്തലൻ. ഫിലിപ്പിയ ലേഖനത്തിലും 1-ാം അധ്യായം അതിന്റെ 21 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കാനാണ് ഞാൻ കാംക്ഷിക്കുന്നത്. എങ്കിലും ജഡത്തിൽ ജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി, നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതാണ് അധിക ആവശ്യമെന്ന് മനസ്സിലാക്കി പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് ഞാൻ കാംക്ഷിക്കുന്നത്. അതാണല്ലോ അത്യുത്തമം. എങ്കിലും സുവിശേഷ നിമിത്തം, ദൈവസഭയുടെ പണി നിമിത്തം, ദൈവസഭയിൽ ദൈവമക്കൾ പണിയപ്പെടണം, ക്രിസ്തുവിൽ വേരൂന്നി വളരണം, ആത്മീയമായ ആ പക്വതയിലേക്ക് വരണം എന്നുള്ളൊരു ഹൃദയം ഞാൻ കൊണ്ടു നടക്കുന്നതുകൊണ്ട്, അങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. I rejoice in my sufferings for Christ. No matter what persecutions, no matter what tribulation I have to face, I rejoice because I know that this is going to turn out for the glory of the believers. എന്തൊരു കാഴ്ചപ്പാടാ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ, ആ അഭിഷിക്തന്റെ ഹൃദയത്തിൽ, ആ ദൈവദാസന്റെ ഹൃദയത്തിൽ, അപ്പോസ്തലന്റെ ഹൃദയത്തിൽ. താൻ കഷ്ടങ്ങളിലും പീഡനങ്ങളിലും കൂടെ പോകുന്നതിന്റെ മധ്യത്തിൽ താൻ ക്രിസ്തുവിൽ സന്തോഷിക്കുക, താൻ അഭിമാനം കൊള്ളുകയാണ്. അതെ, ഇത് എനിക്ക് കഷ്ടമാണെങ്കിലും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അത് വലിയ അനുഗ്രഹമായി, അത് അവരെ ആത്മീയമായി വളർത്തിയെടുക്കാൻ അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള ഒരു സ്വർഗീയ കാഴ്ചപ്പാടാൽ പിടിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ ശക്തമായ ഒരു അപ്പോസ്തോലിക പ്രാർത്ഥനയാണ്, ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയാണ്. ഇറ്റ്സ് എ 4-point apostolic prayer. 4 പോയിന്റുകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. വളരെ മനോഹരമായ, ശക്തമായ, ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസ് സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, 18-ാം വാക്യം വായിക്കുന്നത്, വീതിയും നീളവും ഉയരവും ആഴവും ഏതെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും
ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. 20 വാക്യം വായിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുവെന്ന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. Amen. Reading in Ephesians chapter 3 verse 14 onwards, for this reason I bow my knees unto the Father of our Lord Jesus Christ, of whom the whole family in heaven and earth is named, that he would grant you according to the riches of his glory to be strengthened with might by his Spirit in the inner man, that Christ may dwell in your hearts by faith, that ye being rooted and grounded in love may be able to comprehend with all saints what is the breadth, the length, the depth and the height, and to know the love of Christ which passeth knowledge, that you may be filled with all the fullness of God. Now unto him who is able to do exceedingly abundantly above all that we ask or think, according to the power that worketh in us, unto him be glory in the church by Christ Jesus throughout all ages, world without end. Amen. ഒരു 4 പോയിന്റ് ആഴമായ ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയാണ്. ആദ്യം പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അകമേയുള്ള മനുഷ്യനിൽ നിങ്ങൾ ശക്തിയോട് ബലപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കത്തി ജ്വലിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ എന്താണെങ്കിലും, എന്തൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ പീഡനങ്ങൾ, പ്രശ്നങ്ങൾ, എന്തൊക്കെ ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. നിങ്ങൾ കത്തി ജ്വലിച്ച് ക്രിസ്തുവിനു വേണ്ടി ശോഭിക്കണം, വിളങ്ങണം എന്ന ഒരു ശക്തമായ പ്രാർത്ഥനയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 16 വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. So we do not lose heart, though our outer self is wasting away, our inner self is being renewed day by day. For this light momentary affliction is preparing for us an eternal weight of glory beyond all comparison, as we look not at the things that are seen, but to the things that are unseen. For the things that are seen are transient, but the things that are unseen are eternal. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, ഉപദ്രവങ്ങളുണ്ട്, അടിയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. ഞങ്ങൾ ഒത്തിരി വേദനകളിൽ കൂടെ, കഷ്ടങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്, സുവിശേഷ ഘോഷണങ്ങൾ ചെയ്യുന്നത്, സഭകളെ സ്ഥാപിക്കുന്നത്, ശുശ്രൂഷകൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടു വരുന്നു. എന്തൊരു കാഴ്ചപ്പാട് അപ്പോസ്തലനായ പൗലോസിന്റെ! നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് ഘനമായ ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. So we rejoice in the midst of our afflictions. We rejoice in the midst of persecutions and tribulations. We do not lose heart, for we know that our light momentary affliction is preparing for us an eternal weight of glory. സഭാമക്കൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവരുടെ അകമേയുള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിയോട് ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. That their inner man will be strengthened and dynamited by the power of the Holy Spirit of God, that they will be aflame and ablaze with the Holy Spirit, and they will be strong in God. രണ്ടാമത്തെ പോയിന്റ് എഫേസ്യർക്ക് ലേഖനം 3 അധ്യായം 17 വാക്യത്തിലാണ് നാം കാണുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. That Christ must be at the center of your heart. Christ must dwell in your heart. ക്രിസ്തു കേന്ദ്രിതമായി, ക്രിസ്തുവിൽ ഉറച്ച്, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതമായിരിക്കണം. എന്ത് സാഹചര്യമാണെങ്കിലും, എന്ത് പ്രതികൂലമായ കാറ്റ് നിങ്ങൾ അടിച്ചാലും, എന്തൊക്കെ വിഷയങ്ങളും ഉപദ്രവങ്ങളും പീഡനങ്ങളും വന്നാലും, നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായി, ക്രിസ്തു കേന്ദ്രിതമായ, ദൈവരാജ്യ കേന്ദ്രിതമായ ഒരു ജീവിതം ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തെളിച്ചു കളയരുത്. എന്ത് സംഭവിച്ചാലും അന്ത്യം വരെ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. വിളിച്ച് ദൈവം വിശ്വസ്തനാകിയാൽ നിങ്ങൾ നിങ്ങളുടെ വിളിയിൽ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും, നിങ്ങൾ വിശ്വസ്തരായി ആ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. 2 തിമോത്തിയോസ് 4 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ അവസാനത്തെ ആ ലേഖനമാണ്. അവിടെ താൻ തിമോത്തിയോസിനോട് പറയുക, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ വിശ്വാസ
വിശ്വാസം കാത്തു, ഞാൻ ഓട്ടം തികച്ചു. I have fought the good fight. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസി മക്കൾക്ക് എഴുതുകയാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ വിശ്വാസം വിട്ടുകളയരുത്. പ്രശ്നങ്ങളുടെയും നിങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ, എതിർപ്പുകളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, അതെന്തുമായിക്കോട്ടെ, ഭൗതികമായ പ്രശ്നമായിക്കോട്ടെ, ക്രിസ്തു നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ വിശ്വാസം അത് വളരെ വിലയേറിയതെന്ന് മനസ്സിലാക്കി അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊഴുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. I have fought the good fight of faith. I have held on to the faith. I have finished my race. And now there is a crown that awaits me. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൽ തന്നെ കേന്ദ്രിതമായിരിക്കണം, ക്രിസ്തുവിൽ തന്നെ ഉറച്ചിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും ഏത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചു. അപ്പോൾ തന്നെ നിങ്ങളുടെ വേരുകൾ ദൈവസ്നേഹത്തിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങണം. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ, മരുഭൂമിയുടെ അവസ്ഥകളുടെ മധ്യത്തിൽ, തീയുടെ ശോധനകളുടെ മധ്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ഇവരൊന്ന് ഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുക. റോമർക്കെതിരെ 8-ാം അധ്യായം അതിന്റെ 35 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? Who can separate us from the love of Christ? Shall tribulation, shall distress, persecution, famine, nakedness, danger, or sword? Verse 37, no, in all these things we are more than conquerors through him who loved us. 37-ാം വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. We are more than conquerors. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല, ആർക്കും നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല. No one and nothing can separate us from the love of Christ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. For I am sure that neither death, nor life, nor angels, nor rulers, nor things present, nor things to come, nor powers, nor height, nor depth, nor anything else in all creation will be able to separate us from the love of God in Christ Jesus our Lord. പൗലോസ് അപ്പോസ്തലന്റെ എന്തൊരു കൺഫെഷനാണ്, എന്തൊരു ഡിക്ലറേഷനാണത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, യാതൊരു സാഹചര്യത്തിനോ യാതൊരു വ്യക്തിക്കോ സൃഷ്ടിക്കോ നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ, സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. Nothing and no one else, no circumstance and no one else can separate us from the love of Christ. We are more than conquerors through Christ who loved us. നമ്മെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം നാം സകലത്തിലും ജയാളികളാണ് എന്നുള്ള വലിയ ഒരു ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി വളർന്ന് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ. ഒറ്റയ്ക്കല്ല, സകല വിശുദ്ധന്മാരോട് ദൈവസഭയിൽ ഒരുമിച്ച് ദൈവമക്കളെല്ലാം വ്യക്തിപരമായും കുടുംബങ്ങളായും ദൈവസഭയായി ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളെ ഒന്ന് ഗ്രഹിപ്പാൻ കർത്താവേ ഇടയാക്കണമേ. 4-ാമത്തെ പോയിന്റ് 19-ാമത്തെ വാക്യത്തിലാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞു വരണം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സ്നേഹത്താൽ ഒന്ന് പിടിക്കപ്പെട്ടാൽ പിന്നെ അത് ദൈവത്തിന്റെ നിറവിലേക്ക് പോകുക. ദൈവത്തിന്റെ നിറവിനാൽ ഇവരൊന്ന് നിറഞ്ഞു വരട്ടെ. പരിജ്ഞാനത്തെ, ബുദ്ധിയെ, ലോജിക്കിനെ, റീസണിനെ എല്ലാം കവിയുന്ന, ഈ ലോകത്തിന്റെ എല്ലാ ചിന്താഗതികളെ കവിയുന്ന ദൈവ സ്നേഹത്താൽ ഇവരൊന്ന് പിടിക്കപ്പെട്ട് ദൈവത്തിന്റെ സകല നിറവിനാൽ നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. It's a 4-point apostolic powerful prayer that Paul prays with all his heart, because he bows down before God the Father and says, God, I pray for my people, I pray for my sons and daughters, I pray for my church family, God, that they may be strengthened with all might in the Holy Spirit, that they may be set ablaze with the fire of the Holy Ghost, that they may be strong in their inner man, that Christ may dwell in their hearts by faith, that they may be people of rock solid faith. And then he begins to pray, God, let them understand the depths of the love of Christ so that nothing can separate them from the love of Christ. And then he prays, God, let them know the fullness of Christ. Let them know your love that surpasses knowledge, and let them be filled
with the fullness of Christ. 4 പോയിന്റുകളാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ അകമേ ഉള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടട്ടെ. കത്തുന്ന ജ്യോതിസികളെ പോലെ പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിക്കുന്നവരായി ഇവിടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ക്രിസ്തു വസിച്ച് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു ജനം. എന്ത് വന്നാലും ആ വിശ്വാസത്തിൽ നിന്ന് കുലുങ്ങിപ്പോകാതെ, വിശ്വാസം വിട്ടുകളയാതെ, വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു സഭാ കൂട്ടം. 3, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്താൽ പിടിക്കപ്പെട്ട് അതിന്റെ ആഴവും നീളവും വീതി ഒക്കെ ഗ്രഹിച്ച് വേരൂന്നി അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു സഭാ കൂട്ടം. 4 പ്രാർത്ഥന, ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞു വരുന്ന ആ നിറവിലേക്ക് യാത്ര ചെയ്യുന്ന, അത് അനുഭവിക്കുന്ന ഒരു കൂട്ടം. ഇന്ന് ശക്തമായ ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസ് സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 20 വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുവെന്ന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായി മാറ്റം ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം ചോദിച്ചതിലും നാം ചിന്തിച്ചതിലും നാം നനച്ചതിലും അത്യന്തപരമായി അതിനും മീതെ ചെയ്യുവാൻ കഴിവുള്ള ശക്തനായ എൽ ശദായിയായ ഒരു ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ നാം ചോദിച്ചതിലും നനച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായി നമ്മൾക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ കഴിയുന്നുവെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. Now to God who is able, God who is almighty, El Shaddai, powerful to do everything that we have asked. Now to him who is able to do exceedingly abundantly above all that we have asked and think or imagine according to the power that works in us. എന്തൊരു പ്രാർത്ഥനയാണ്, എന്തൊരു ഉറപ്പാണ്, എന്തൊരു ധൈര്യമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ. ഞാൻ പറയുക, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ അത് കഴിയുമെന്ന് ഞാൻ അറിയുന്നു. എന്തൊരു ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, പരിശുദ്ധാത്മാവിൽ പറയുക, അതുകൊണ്ട് ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും വിപരീതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ അന്ത്യം വരെ വിശ്വസ്തരായി ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ ഭാഗത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഇത് വീണ്ടും വീണ്ടും കേൾക്കുക. This teachings will begin to challenge you, will begin to invoke faith inside of you, and this will cause you to live boldly for Christ, and you will be unstoppable and unbeatable in these end times. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അതിശക്തമായ ദൈവവചനത്തിന്റെ ഭാഗങ്ങളാണ് ഞങ്ങൾ കേട്ടത്, പഠിച്ചത്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ അകമയുള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ബലപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൽ കത്തിജ്വലിക്കുന്ന അന്ത്യകാലങ്ങളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടമായി, ഒരു ജനമായി, ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി, ഒരു ദൈവസഭയായി വിളങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയത്തിൽ ക്രിസ്തു ആഴത്തിൽ വസിക്കുവാൻ, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ കർത്താവേ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി, ക്രിസ്തു കേന്ദ്രിതമായി, ദൈവരാജ്യം കേന്ദ്രിതമായ ഒരു ജീവിതം ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, ക്രിസ്തുവിൻ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുന്ന ഒരു ജനമായി തീരുവാൻ, ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവെ സഹായിക്കണേ. അങ്ങയുടെ നിറവിനാൽ ബുദ്ധിയെ കവിയുന്ന, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ദൈവത്തിന്റെ സകല നിറവിനാൽ നിറഞ്ഞു വരുവാൻ കർത്താവ് സഹായിക്കണമേ. I pray, Holy Spirit of God, that you will so cause each one of them to be dynamited and strengthened inner man. May they be strong in faith. May they be rooted in the love of Christ. May they encounter the fullness of God. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ ഒരു വ്യാപാരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനാൽ ദൈവത്തെ നന്ദി പറയുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you with the teaching of this word. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you.